ട്രേഡിംഗ് പ്രൊസീജിയർ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ട്രേഡിംഗ് പ്രൊസീജിയറിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ട്രേഡിംഗ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ട്രാൻസാക്ഷൻസ് നടത്തണം എന്നാഗ്രഹിക്കുന്ന ഐദർ ബൈയിങ് ഓർ സെല്ലിംഗ് ചെയ്യണമെന്നാഗ്രഹിക്കുന്ന ഒരു ഇൻവെസ്റ്റർ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ചൂസ് എ ബ്രോക്കർ ഓർ സബ് ബ്രോക്കർ. അതിനുശേഷം ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ദെൻ പ്ലേസിംഗ് ഓർഡേഴ്സ് and execution of that order, and finally settlement can be done. So ഇത്രയുമാണ് ട്രേഡിംഗ് പ്രൊസീജിയർ വരുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കാം. ചൂസിങ് എ ബ്രോക്കർ. A prospective investor who want to deal in stock market cannot enter the floor of stock exchange directly, and only he can enter the stock market only through a stock broker. So according to our requirements, a broker must be appointed. സോ ഒരു പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റർ ഭാവിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് നേരിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല. സോ അവർക്ക് ബ്രോക്കേഴ്സ് വഴിയേ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ബ്രോക്കേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുക, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു ബ്രോക്കറെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്പ്. ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, ഓപ്പണിംഗ് എ ഡിമാറ്റ് അക്കൗണ്ട്. ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതായത് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ സെക്യൂരിറ്റീസും ഇപ്പോൾ ഇലക്ട്രോണിക് ഫോർമാറ്റിലാണ്. ഓക്കെ. സോ ഫിസിക്കൽ ഫോർമാറ്റിൽ നിന്ന് വയ്ക്കുന്ന സമയത്ത് അതിന് കുറേ ഡീമെറിറ്റ്സ് ലിമിറ്റേഷൻസ് ഉണ്ടായതുകൊണ്ടാണ് ഡിമാറ്റ് ഫോർമാറ്റിൽ, അതായത് ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് മാറ്റുന്നത്. സോ അതിനെക്കുറിച്ച് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയും. സോ ആ ഒരു ഡിമാറ്റ് ഫോർമാറ്റിലായതുകൊണ്ട് എല്ലാ ഇൻവെസ്റ്റേഴ്സും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രാൻസാക്ഷൻസ് ഡീൽ ചെയ്യുന്ന ഏതൊരു ഇൻവെസ്റ്റർ ആണെന്നുണ്ടെങ്കിലും ഒരു ഡിമെറ്റീരിയലൈസ്ഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യം നമ്മൾ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. അതുപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രാൻസാക്ഷൻസ് നടത്തണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ഡിമെറ്റീരിയലൈസ്ഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. ആ അക്കൗണ്ടിന് പറയുന്ന പേരാണ് ഡിമാറ്റ് അക്കൗണ്ട്. ഓക്കെ. സോ ഐദർ ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഇൻവെസ്റ്ററുടെ ഒരു ബ്രോക്കർ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത് ഒരു ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റിൻ്റെ അടുത്താണ്. ഓക്കെ. ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ രണ്ട് പ്രധാനപ്പെട്ട ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ആണുള്ളത്. സെൻട്രൽ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ലിമിറ്റഡും നാഷണൽ ഡെപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡും, NSDL-ഉം CDSL-ഉം. സോ ഇവരുടെ രണ്ട് പേരാണ് പ്രധാനപ്പെട്ട ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ്. സോ ഇതിൽ ഏതെങ്കിലും ഒരു ആളുടെ അടുത്ത് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓർഡർ പ്ലേസ് ചെയ്യാം. ഓക്കെ. ഓർഡർ പ്ലേസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ബൈ ആയിരിക്കാം, പർച്ചേസ് ആയിരിക്കാം, അല്ലെങ്കിൽ സെയിൽ ആയിരിക്കാം. സോ ഇൻവെസ്റ്റർ ഷുഡ് പ്ലേസ് എൻ ഓർഡർ ടു പർച്ചേസ് ഓർ സെയിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ബ്രോക്കർ. Okay, and the order or the instruction should be clear, and for that അതായത് ക്ലിയർ ആയിരിക്കണം. ഓർഡറുകൾ നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഓർഡറുകൾ വളരെ ക്ലിയർ ആയിരിക്കണം. അതിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഡേഴ്സ് നിലവിലുണ്ട്. ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഡേഴ്സിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ, മാർക്കറ്റ് ഓർഡർ. Okay, so these orders are very important. These types of orders are very important. Market order എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ when an order is placed with the broker, it does not mention any specific price. ഒരു പ്രൈസ് ഒന്നും ഫിക്സ് ചെയ്യാതെ നമ്മളൊരു ബ്രോക്കറെ അപ്രോച്ച് ചെയ്യും. ആ ബ്രോക്കറുടെ അടുത്ത് പറയുകയാണ്, ഫോർ എക്സാമ്പിൾ, ബൈ 200 റിലയൻസ് അറ്റ് ബെസ്റ്റ്. ഓക്കെ. റിലയൻസ് കമ്പനിയുടെ 200 ഷെയർസ് വാങ്ങിക്കുക അറ്റ് ബെസ്റ്റ് എന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ ബെസ്റ്റ് ആയിട്ടുള്ള പ്രൈസ് എത്രയാണോ ആ ഒരു പ്രൈസിന് മാർക്കറ്റിൽ, അതായത് ആ ഇൻവെസ്റ്റർക്ക് എപ്പോഴാണോ ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഇത് വരിക, ആ ഒരു ഇത് നോക്കിയിട്ട് എന്ത് ചെയ്യണം, ബ്രോക്കർ ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുക. സോ പ്രൈസ് നമ്മളിപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രൈസ് റേറ്റ് പറയാതെ ഇത്ര ഷെയർസ് വാങ്ങിക്കുക അറ്റ് ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഓർഡർ കൊടുക്കുന്നതിനെയാണ് മാർക്കറ്റ് ഓർഡർ അല്ലെങ്കിൽ അറ്റ് ബെസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ. സോ മാർക്കറ്റ് ഓർഡർ ഈസ് ഓൾസോ നോൺ ആസ് അറ്റ് ബെസ്റ്റ് ഓർഡർ. ഓക്കെ. സോ മാർക്കറ്റ് ഓർഡർ ഒരു പ്രധാനപ്പെട്ട ഓർഡറാണ്, ടൈപ്സ് ഓഫ് ഓർഡറാണ്. ദ നെക്സ്റ്റ് വൺ, ലിമിറ്റ് ഓർഡർ.
ലിമിറ്റ് ഓർഡർ എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ ഉണ്ട് എന്താണ്, ഒരു ലിമിറ്റ് ഫിക്സ് ചെയ്തിട്ട്. അതായത് ഇൻ ദിസ് ഓർഡർ ദ ഫിക്സഡ് പ്രൈസ് ഫോർ ദ പർച്ചേസ് ഓർ സെയിൽ ഈസ് മെൻഷൻഡ് ബൈ ദി ക്ലയൻറ്റ്. അതായത് നമുക്ക് ഇൻവെസ്റ്റർക്ക്, പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റർ ഒരു കൃത്യം പ്രൈസ് പറയാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സെൽ 200 റിലയൻസ് അറ്റ് ₹35. 35 രൂപ ആവുന്ന സമയത്ത്, ആ സെക്യൂരിറ്റീസിന് 35 രൂപ ആവുന്ന സമയത്ത് നമ്മളുടെ ഷെയർസ് 200 ഷെയർസ്, നമ്മളുടെ അക്കൗണ്ടിലുള്ള 200 ഷെയർസ് വിൽക്കുക എന്നുള്ളൊരു ഓർഡറാണ് കൊടുക്കുക. അപ്പോൾ ഈ ബ്രോക്കർ എന്ത് ചെയ്യണം, ബ്രോക്കർ മാർക്കറ്റിലുള്ള ഫ്ലക്ച്വേഷൻസ് നോക്കിയിട്ട് എപ്പോഴാണോ 35 രൂപയാകുന്നത് ആ സമയത്ത് നമ്മളുടെ ഷെയർസ് വിൽക്കുക. അതാണ് ബ്രോക്കറുടെ ഡ്യൂട്ടി. ഓക്കെ, അതിനെയാണ് ലിമിറ്റ് ഓർഡർ എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് വൺ, ഇമ്മീഡിയറ്റ് ഓർ ക്യാൻസൽ ഓർഡർ. ഇമ്മീഡിയറ്റ് ഓർ ക്യാൻസൽ ഓർഡർ എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക ടൈപ്പ് ഓർഡറാണ്. ആ ഓർഡറിൽ നമ്മൾ ഒരു കോട്ടഡ് പ്രൈസ് പറയും, എന്നിട്ട് ഇമ്മീഡിയറ്റ്ലി അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറയും. അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സെൽ 200 റിലയൻസ് ഷെയർസ് അറ്റ് ₹35 ഇമ്മീഡിയറ്റ്ലി എന്നും കൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ എത്രയും പെട്ടെന്ന്, ഇപ്പോൾ ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഈ ഒരു പിന്നെ ഇയാൾ പറഞ്ഞിട്ടുള്ള, ഇൻവെസ്റ്റർ പറഞ്ഞിട്ടുള്ള ആ ഒരു റേറ്റ് എത്തുന്നുണ്ടോ അപ്പോൾ മാത്രം ഈ ട്രാൻസാക്ഷൻസ് ചെയ്യുക. ഇല്ല, ഈ ദിവസം ഇപ്പോൾ സപ്പോസ് ഈ പറഞ്ഞിട്ടുള്ള ദിവസം ഈ ഒരു റേറ്റ് ഇതുവരെ എത്തിയിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഓർഡറിനെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ അവിടെ ഓർഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ അതാണ് ഇമ്മീഡിയറ്റ് ഓർ ക്യാൻസൽ ഓർഡർ എന്ന് പറയുന്നത്. ഇപ്പോൾ ലിമിറ്റ് ഓർഡറിൽ നിന്നൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അതിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ഇമ്മീഡിയറ്റ്ലി ഇത് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ഡിസ്ക്രിഷണറി ഓർഡർ. ഡിസ്ക്രിഷണറി ഓർഡർ എന്ന് പറയുമ്പോൾ അറ്റ് ദ ഡിസ്ക്രിഷൻ ഓഫ് ദി ബ്രോക്കർ. ബ്രോക്കർക്ക് ഒരു ഓർഡർ കൊടുക്കുകയാണ്, ബ്രോക്കറോട് അയാളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പിന്നെ വർക്ക് ചെയ്യാൻ. അതായത് അയാളുടെ ഇഷ്ടം എന്ന് പറയുമ്പോൾ അയാൾ എപ്പോഴും ഇൻവെസ്റ്റേഴ്സിനെ പോസിറ്റീവായിട്ടായിരിക്കും വർക്ക് ചെയ്യുക. സോ ഇൻവെസ്റ്ററിന് എപ്പോഴാണോ ലാഭം ഉണ്ടാകുന്നത് ആ സമയത്ത് പിന്നെ ആ രീതിയിൽ ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓർഡറാണ് ഡിസ്ക്രിഷണറി ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ലിമിറ്റഡ് ഡിസ്ക്രിഷണറി ഓർഡർ. ലിമിറ്റഡ് ഡിസ്ക്രിഷണറി ഓർഡർ എന്ന് പറയുന്നത് ഫുൾ ഡിസ്ക്രിഷൻ കൊടുക്കില്ല, അതായത് അയാൾക്ക് ഫുൾ സ്വാതന്ത്ര്യം കൊടുക്കില്ല. പകരം ഒരു റേഞ്ച് കൊടുക്കും. ആ റേഞ്ചിൻ്റെ ഉള്ളിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്ലാതെ ഒരു അപ്പർ റേഞ്ചും ലോവർ റേഞ്ചും കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ട്രാൻസാക്ഷൻസ് എപ്പോൾ വരികയാണെന്നുണ്ടെങ്കിലും അത് ഇയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓർഡർ കൊടുക്കുന്നതാണ് ലിമിറ്റഡ് ഡിസ്ക്രിഷണറി ഓർഡർ. അറ്റ് ദ ഡിസ്ക്രിഷൻ ഓഫ് ദി ബ്രോക്കർ ആണെങ്കിൽ കൂടി അവിടെ ഒരു ലിമിറ്റേഷൻ കൂടെ ഉണ്ട്. ഓക്കെ, ഒരു കണ്ടീഷൻ കൊടുക്കുന്നുണ്ട്. അതാണ് ലിമിറ്റഡ് ഡിസ്ക്രിഷണറി ഓർഡർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ഓപ്പൺ ഓർഡർ. ഓക്കെ, ഓപ്പൺ ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഡിസ്ക്രിഷണറി ഓർഡർ പോലെ തന്നെയാണ്. പക്ഷേ അവിടെ ഒരു ടൈമോ അല്ലെങ്കിൽ പ്രൈസ് ലിമിറ്റോ ഒന്നും സ്പെസിഫൈ ചെയ്യുന്നില്ല. ഓപ്പൺ ആയിട്ട്, അതായത് പിന്നെ ഇയാൾക്ക് എപ്പോൾ വേണമെങ്കിലും അയാളുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ട് വർക്ക് ചെയ്യാം. മറ്റേ ആദ്യത്തെ പറഞ്ഞ ഡിസ്ക്രിഷണറി ഓർഡറിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ ഇതിൽ ടൈം ഫിക്സ് ചെയ്യാം. പക്ഷേ ഓപ്പൺ ഓർഡറിൽ അങ്ങനെ ഒരു ടൈമോ എമൗണ്ടോ റേഞ്ചോ ഒന്നും ഫിക്സ് ചെയ്യാതെ കൊടുക്കുന്ന ഓർഡറിനെയാണ് ഓപ്പൺ ഓർഡർ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ, സ്റ്റോപ്പ് ലോസ് ഓർഡർ. സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എൻ ഓർഡർ സെർവ്ഡ് ബൈ ദി ക്ലയൻറ്റ് ടു ദ ബ്രോക്കർ ടു സെൽ ദ സെക്യൂരിറ്റീസ് വെൻ ദ പ്രൈസ് റെഡ്യൂസ്ഡ് അപ് ടു എ പെർട്ടിക്കുലർ ലെവൽ ഓർ ടു ബൈ വെൻ ദ പ്രൈസസ് ആർ എൻഹാൻസ്ഡ് അപ് ടു എ ലെവൽ. ഓക്കെ, ഒരു ലെവലെത്തുന്ന സമയത്ത്, അതായത് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ നമുക്ക് വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴാണ് ലാഭം ഉണ്ടാവുക, പ്രൈസ് ഏറ്റവും റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത്. സോ പ്രൈസ് ഒരു പർട്ടിക്കുലർ ലെവൽ വരെ റെഡ്യൂസ് ചെയ്യുന്നത് വരെ ഒരു ലിമിറ്റ് കൊടുക്കും. അതേപോലെ തന്നെ വിൽക്കുക എപ്പോഴാണ് നമുക്ക് ഏറ്റവും ഹൈ ലെവലിലേക്ക് എത്തുന്ന സമയത്ത്. സോ അവിടെ അതെത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ ഇറ്റ് ഈസ് മെയിൻലി ടു പ്രൊട്ടക്ട് ദ ക്ലയൻസ് ഫ്രം ഇൻകറിങ് ഹെവി ലോസസ് ഡ്യൂ ടു ദ റൈസ് ഓർ ഫോൾ ഇൻ ദ പ്രൈസ് ഓഫ് ദ സെക്യൂരിറ്റീസ്. അപ്പോൾ ഇയാൾക്ക് പിന്നെ ഇതിലുള്ള ഫ്ലക്ച്വേഷൻസ് കാരണം അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ചിലപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടം ഉണ്ടായാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സ്റ്റോപ്പ് ലോസ് ഓർഡർ കൊടുക്കുക. സ്റ്റോപ്പ് ലോസ് ഓർഡർ പറയുമ്പോൾ ഒരു ഹയർ ലെവലും ലോവർ ലെവലും ഒരു പിന്നെ ലിമിറ്റ് ഫിക്സ് ചെയ്തിട്ട് പിന്നെ ആ ഒരു അപ് ടു ആ ലെവൽ വരെ മാത്രം ചെയ്യുക. പിന്നെ അതായത് ലോസിനെ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഡറാണ് സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്ന് പറയുന്നത്.
ഓക്കെ, ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ എപ്പോഴായാലും അയാൾക്ക് എന്തായിരിക്കും, ലാഭമായിരിക്കും. അപ്പം പിന്നെ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഏറ്റവും താഴേക്ക് വന്നിട്ട് എന്നിട്ട് അവിടെ ഒരു ഫിക്സ് ചെയ്ത് ഇപ്പോൾ 10 റുപ്പീസ് എന്നുള്ള ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ 10 റുപ്പീസിൽ താഴെ പോകണ്ട, ആ 10 റുപ്പീസ് എത്തുന്ന സമയത്ത് വേണമെങ്കിൽ ട്രാൻസാക്ഷൻ നടത്താം. അപ്പോൾ 10 റുപ്പീസ് എത്തുന്ന സമയത്ത് ബ്രോക്കർ എന്ത് ചെയ്യുന്നു, നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നു. ഇനി ഏറ്റവും മുകളിലേക്കാണെങ്കിൽ 100 രൂപയാണെങ്കിൽ ആ 100 രൂപ എന്നുള്ള റേഞ്ച് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ആവാൻ വേണ്ടി നമ്മൾ കാത്തു നിൽക്കേണ്ട ബ്രോക്കർ. പകരം 100 രൂപയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, സെറ്റിൽ ചെയ്യാം അല്ലെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യാം. അങ്ങനെയുള്ള ഓർഡറിനെയാണ് സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ദ ലാസ്റ്റ് വൺ ഡേ ഓർഡർ. ഡേ ഓർഡർ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഓർഡർ കൊടുക്കുന്നത്, നമ്മളെന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റർ ഒരു ഓർഡർ കൊടുക്കുന്നത് ഒരു ഡേയിലേക്കായിരിക്കും. അപ്പോൾ ആ ഒരു ഡേയിൽ ഇപ്പോൾ സപ്പോസ് നമ്മളൊരു ലിമിറ്റ് ഓർഡർ കൊടുത്തു എന്ന് വിചാരിക്കാം, ഇത്ര രൂപയ്ക്ക് വാങ്ങിക്കുക അല്ലെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ലിമിറ്റ് ഓർഡർ കൊടുത്തു. പക്ഷേ ആ ഒരു ഓർഡറിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ഒരു ദിവസത്തേക്കാണെന്നുണ്ടെങ്കിൽ ഇറ്റ് കനോട്ട് ബി എക്സിക്യൂട്ടഡ് ഓൺ ദ ഡേ മെൻഷൻഡ് അനദർ ഡേ. ഓക്കെ, അതായത് മറ്റൊരു ദിവസം ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കില്ല, അത് ലാപ്സായി പോകും, ഓട്ടോമാറ്റിക്കലി അത് ലാപ്സായി പോകും. അങ്ങനെയുള്ള ഓർഡറിനെയാണ് ഡേ ഓർഡർ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓർഡേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഏത് ഓർഡറാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് അത് പിന്നെ ഇൻവെസ്റ്ററുടെ തീരുമാനമാണ്. എന്നിട്ട് അതിനനുസരിച്ച് ആർക്ക് ഓർഡർ കൊടുക്കുക, ബ്രോക്കർക്ക് ഓർഡർ കൊടുക്കുക. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ്, എക്സിക്യൂഷൻ ഓഫ് ദി ഓർഡർ. ഓക്കെ, ഒരു ബ്രോക്കർ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ ഡ്യൂട്ടിയാണ് പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഹി എക്സിക്യൂട്ട് ഇറ്റ് വിത്തിൻ 24 hours ഓഫ് ദിസ് ഓർഡർ. ഓക്കെ, അപ്പോൾ അതിന് ബ്രോക്കർ എന്ത് ചെയ്യും, ഒരു കോൺട്രാക്റ്റ് നോട്ട് ഇഷ്യൂ ചെയ്യും. Broker must issue a contract note. This document contains all the information about the transactions like the number of shares transacted, price, date and time of the transaction, brokerage amount, etc. അതായത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ ബ്രോക്കർ ഒരു കോൺട്രാക്റ്റ് നോട്ട് കൊടുക്കും. കോൺട്രാക്റ്റ് നോട്ട് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് ആണ്. ആ ഡോക്യുമെൻറ്റ് ഒരു ലീഗൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. അത് എവിഡൻസ് ആണ്, ട്രാൻസാക്ഷൻസ് നടത്തിയതിനുള്ള ഒരു എവിഡൻസ് ആണ്. അതിൽ ഒരു യുണീക്ക് കോഡ് നമ്പർ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഓർഡർ കോഡ് ഉണ്ടായിരിക്കും. ഓരോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഓരോ ട്രാൻസാക്ഷൻസ് നടത്തുമ്പോഴും അതിനൊരു യുണീക്ക് കോഡ് ഉണ്ടായിരിക്കും. ആ കോഡ് മാർക്ക് ചെയ്തുകൊണ്ട് ഒരു കോൺട്രാക്റ്റ് നോട്ട്, ഒരു പിന്നെ ചെക്ക് ലീഫ് പോലെയുള്ള ഒരു കോൺട്രാക്റ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നു. അത് ബ്രോക്കറാണ് ഇഷ്യൂ ചെയ്യുക. അതിനുശേഷം സെറ്റിൽമെൻറ്റ് നടത്തും. സെറ്റിൽമെൻറ്റ് നടത്തുക എന്ന് പറയുമ്പോൾ പിന്നെ നമ്മളിപ്പോൾ വാങ്ങിക്കാനുള്ള അല്ലെങ്കിൽ വിൽക്കാനുള്ള ഓർഡറാണ് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഈ ട്രാൻസാക്ഷൻസ് നടത്താൻ ഓരോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഒരു നിശ്ചിത ടൈം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ പിന്നെ ട്രാൻസാക്ഷൻസ് പിന്നെ അതിൻ്റെ ഫണ്ടുകൾ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ടൈം ഉണ്ടായിരിക്കും. സോ രണ്ട് തരത്തിലുള്ള സെറ്റിൽമെൻറ്റ് ഉണ്ട്. ഓൺ ദ സ്പോട്ട് സെറ്റിൽമെൻറ്റ് ഉണ്ട്, ഫോർവേഡ് സെറ്റിൽമെൻറ്റ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഓൺ ദ സ്പോട്ട് സെറ്റിൽമെൻറ്റ് എന്ന് പറയുമ്പോൾ പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ സെറ്റിൽമെൻറ്റ് നടത്തുക. അതായത് അതിന് ഓരോ എക്സ്ചേഞ്ചിനും ഞാൻ പറഞ്ഞല്ലോ ഒരു ടൈം ഉണ്ടായിരിക്കും. ഇപ്പോൾ T+2 പാറ്റേൺ ആണെന്നുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻസ് നടന്ന് നമ്മൾ ഓർഡർ കൊടുത്ത് 2 ദിവസത്തിനുള്ളിൽ സെറ്റിൽമെൻറ്റ് നടത്തണം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ട്രാൻസാക്ഷന് മൺഡേ ആണ് നടക്കുന്നതെങ്കിൽ അത് വെനസ്ഡേക്കുള്ളിൽ സെറ്റിൽ ചെയ്യണം. ഓക്കെ, അതേസമയം ഫോർവേഡ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് പാർട്ടീസും എന്ത് ചെയ്യുക, ഒരു ഫ്യൂച്ചറിലുള്ള ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട്, ഒരു മ്യൂച്വൽ എഗ്രിമെൻറ്റിൽ ഫ്യൂച്ചറിലുള്ള ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ട്രാൻസാക്ഷൻസ് സെറ്റിൽ ചെയ്യുന്നതിനെയാണ് ഫോർവേഡ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള ഓൺ ദ സ്പോട്ട് സെറ്റിൽമെൻറ്റും ഫോർവേഡ് സെറ്റിൽമെൻറ്റും ഉണ്ട്. അപ്പോൾ അതിൽ ഏത് സെറ്റിൽമെൻറ്റ് ആണ് വേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യുക, ഡിസൈഡ് ചെയ്യുക. സോ ഇതൊക്കെയാണ് പിന്നെ എന്താ പറയുക ട്രേഡിംഗ് പ്രൊസീജിയേഴ്സ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുമ്പോഴുള്ള പ്രൊസീജിയേഴ്സ്.